ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 3rd ചാപ്റ്ററായ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രീനെ കുറിച്ചിട്ടാണ്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. റിയാക്ടിവിറ്റി സീരീസ് എന്താണ്, ആനോഡ് കാഥോഡ്, പിന്നെ ഗാൽവനിക് സെൽ എന്താണ്, ഇലക്ട്രോലൈസിസ്, ഇലക്ട്രോലൈറ്റ്, എങ്ങനെ കുറേ ടോപ്പിക്സ് ഈ ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്കിത് ഓരോന്ന് എന്താണെന്ന് പഠിക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ് റിയാക്ടിവിറ്റി സീരീസ്. റിയാക്ടിവിറ്റി സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് ഈ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് റിയാക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ അഥവാ ക്രിയാശീലതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരും തോറും ഇതിൻ്റെ റിയാക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിയാക്ടിവിറ്റി കുറയാണ് ചെയ്യാം. അപ്പോൾ ടോപ്പിലുള്ള മെറ്റൽസിനാണ് ഏറ്റവും റിയാക്ടിവിറ്റി ക്രിയാശീലത കൂടുതലുള്ളത് ടോപ്പിലാണെങ്കിൽ, കുറവുള്ളത് താഴെയായിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സിൽവറിനാണോ അതോ സോഡിയത്തിനാണോ ഇവിടെ റിയാക്ടിവിറ്റി കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണോ മുകളിൽ കിടക്കുന്നത്, ഇപ്പോൾ സോഡിയം സിൽവറും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ മുകളിൽ കിടക്കുന്നത്, അവിടെ ഏതാണ് മുകളിൽ കിടക്കുന്നത്, സോഡിയമാണ് മുകളിൽ കൊടുക്കുന്നത്. അത് റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റലും സിൽവർ എന്ന് താഴെയുള്ളത് കൊണ്ട്, സോഡിയത്തിന് താഴെ വരുന്നത് കൊണ്ട് അത് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലുമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെറ്റൽസ് പഠിക്കുമ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം. ഇതിൽ ഓർഡർ എങ്ങനെയെങ്കിലും കോഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കാണാപ്പാടോ എങ്ങനെയെങ്കിലും പഠിച്ചു വെക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റൽ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ആ മെറ്റലിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ പിന്നെ നമുക്കതിന് ആൻസർ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതേ ഓർഡറിൽ കറക്റ്റായിട്ട് ഈ സംഭവം പഠിച്ചു വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ നോക്കി, അറേഞ്ച് ദീസ് മെറ്റൽസ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദർ റിയാക്ടിവിറ്റി. ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലുത് തൊട്ട് ചെറുത് വരെ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത് തൊട്ട് വലുത് വരെയും, ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത് തൊട്ട് ചെറുത് വരെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഈ മെറ്റൽസിൻ്റെ സംഭവം എഴുതിക്കൊണ്ടിരിക്കണം. അതിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽ ഇവിടെയാണെന്നും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ, അതായത് ഡിക്രീസിങ് ഓർഡറിലാണ് നമ്മൾ പഠിച്ചു വെക്കുന്നതെന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ മെഗ്നീഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെയാണ് മെഗ്നീഷ്യം. പി ബി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പി ബി എന്ന് പറയുന്നത് ലെഡാണ്. പി ബി എന്ന് പറയുന്നത് ലെഡാണ്. പിന്നെ എന്താണ് വരുന്നത്, സിങ്ക്, അയേൺ, കോപ്പർ. സി യു എന്ന് പറയുന്നത് കോപ്പറാണ്. അപ്പോൾ ഏറ്റവും മുകളിലുള്ളത് റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റലാണ്. അപ്പോൾ ആദ്യം വരുന്നത് മെഗ്നീഷ്യം, പിന്നെ വരുന്നത് സിങ്ക്, പിന്നെ വരുന്നത് അയേൺ എന്ന് പറയുന്നത് Fe, പിന്നെ വരുന്നത് പി ബി ലെഡ് എന്ന് പറയുന്നത്, പിന്നെ വരുന്നത് കോപ്പറാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ വേറൊരു ക്വസ്റ്റ്യനിൽ സിൽവർ AG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ ആണെന്നർത്ഥം, AG. ഇനി ഗോൾഡ് എന്ന് പറയുന്നത് AU ആണ്. ഇത് രണ്ടും അങ്ങോട്ടും തെറ്റുള്ള ചാൻസ് ഉണ്ട്. സിൽവർ ആണ് AG, ഗോൾഡ് എന്ന് പറയുന്നത് AU ആണ്. ചിലപ്പോൾ സിൽവർ എന്ന് തരില്ല, AG എന്നായിരിക്കും തരാം. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതുപോലെ നിക്കലൊക്കെ നമുക്ക് സാധാരണ NI. പിന്നെ ടിൻ നമുക്ക് തെറ്റാറുണ്ട്. SN ആണ് ടിൻ എന്ന് വരുന്നത്, SN ആണ് ടിന്നായിട്ട് വരുന്നത്. അതേപോലെ തന്നെ പൊട്ടാസ്യം എന്ന് പറയുന്നത് K ആണ് കേട്ടോ, പൊട്ടാസ്യം. കാൽഷ്യമാണ് Ca, സോഡിയമാണ് Na, അലുമിനിയം Al. അപ്പോൾ തെറ്റെന്ത്, സിൽവർ, ഗോൾഡ്, ടിൻ, ലെഡ്, പൊട്ടാസ്യം. ഇതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണിത്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളിതിൽ ഓരോ ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കണം. ഇതിൽ ഫസ്റ്റ് ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനിൽ സിങ്ക് എന്ന് പറഞ്ഞ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ രണ്ട് മെറ്റൽ ഇവിടെ വന്നിട്ടുണ്ട്, ഒന്ന് കോപ്പറും ഒന്ന് സിങ്കും. അപ്പോൾ രണ്ട് മെറ്റൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഇവിടെ ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നത് വിച്ച് മെറ്റൽ ഈസ് മോർ റിയാക്റ്റീവ്. നമ്മൾ ഈ സംഭവം അറിഞ്ഞിരിക്കണം, അതാണ് ഞാനിവിടെ മായ്ക്കാത്തത്. കോപ്പറിനാണോ സിങ്കിനാണോ കൂടുതൽ റിയാക്ടിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതിനായിരിക്കും, കോപ്പർ താഴെയും സിങ്ക് മുകളിലായതുകൊണ്ട് സിങ്കിനായിരിക്കും ഇവിടെ മോർ റിയാക്റ്റീവ്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽ സിങ്കും കോപ്പർ എന്ന് പറയുന്നത് ലെസ് റിയാക്റ്റീവ് ഉള്ള മെറ്റലും ആയിരിക്കും. ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് രണ്ട് മെറ്റലും രണ്ട് തരത്തിലുള്ള റിയാക്ടിവിറ്റിനെ കാണിക്കുന്നത്, ഒന്ന് കൂടുതലും ഒന്ന് കുറവും. അപ്പോൾ
സിങ്ക് കൂടുതലും കോപ്പർ കുറവായതുകൊണ്ട് സൊല്യൂഷൻ്റെ കാര്യം ഇവിടെ നോക്കണ്ട, രണ്ട് മെറ്റലിൻ്റെ കാര്യം ഓർത്താൽ മതി. സിങ്ക് കൂടുതലുള്ളതും കോപ്പർ കുറവുള്ളത് കൊണ്ട് സിങ്കാണ് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുക. ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റലാണ് ലെസ് റിയാക്റ്റീവായ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുക. ആ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞ വാക്ക് ഓർത്തിരിക്കണം. ആ ഒരു റിയാക്ഷനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, അതായത് കൂടിയ മെറ്റൽ കുറഞ്ഞ മെറ്റലിനെ റിയാക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുകയാണെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ഓൺ ദ ബേസിസ് ഓഫ് പൊസിഷൻ ഓഫ് സിങ്ക് ആൻഡ് കോപ്പർ, സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ CU ഹാഡ് ബീൻ ഡിസ്പ്ലേസ്ഡ്. ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തു പോയത് ആരാണ്? കോപ്പറാണ്. അതായത് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലായ കോപ്പറാണ് ഡിസ്പ്ലേസ് ചെയ്തു പോയത്. ആരാൽ അത് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു? കൂടിയ മെറ്റലായ സിങ്കിനാലാണ് അത് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇൻ റിയാക്ടിവിറ്റി സീരീസ് പൊസിഷൻ ഓഫ് കോപ്പർ ഈസ് ബിലോ സിങ്ക്. നമുക്കറിയാം കോപ്പറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സിങ്കിനേക്കാളും താഴെ ആയതുകൊണ്ട് സിങ്ക് ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം ഇറ്റ് സോൾട്ട് സൊല്യൂഷൻ. ഈ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് സിങ്കാണ് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിച്ചത്. അപ്പോൾ ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ ഓരോന്നും പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസും നന്നായി പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ലോസിങ് ഇലക്ട്രോൺ. ഇലക്ട്രോണെ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുക, ആ ഒരു പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ വാങ്ങിക്കുക അല്ലെങ്കിൽ ഇലക്ട്രോണെ സ്വീകരിക്കുക, ഇലക്ട്രോൺ ഇങ്ങോട്ട് മേടിക്കുക, ഇങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ അതിന് റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും അങ്ങോട്ടും തെറ്റരുത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണെ കൊടുക്കുക. ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? പോസിറ്റീവ് ആവും. റിഡക്ഷൻ ഇലക്ട്രോണെ വാങ്ങിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജായ നെഗറ്റീവ് ചാർജ് കിട്ടും. അതൊന്ന് ഓർത്തിരിക്കുക. ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് കിട്ടും, ഇലക്ട്രോണെ മേടിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് കിട്ടും. ഈ റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ, ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആ ഒരു റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷനും നടന്നു റിഡക്ഷനും നടന്നെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോണെ കൊടുത്ത് പോസിറ്റീവ് ആവാം, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ മേടിച്ചിട്ട് നെഗറ്റീവ് ആവാം. അപ്പോൾ ഒരു മെറ്റലിൽ ഓക്സിഡേഷൻ സംഭവിക്കും, ഒരു മെറ്റലിൽ റിഡക്ഷൻ സംഭവിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുക, ഏതിനാണ് റിഡക്ഷൻ സംഭവിക്കുക എന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ എന്താണെന്ന് പഠിച്ചു, റിഡക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി ഓക്സിഡേഷൻ ഏത് മെറ്റലിനാണ് സംഭവിക്കുക, റിഡക്ഷൻ ഏത് മെറ്റലിനാണ് സംഭവിക്കുക എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് മെറ്റലിൻ്റെ കാര്യം നമ്മൾ എടുത്തേക്കുന്നത്, ഒന്ന് സിങ്കും ഒന്ന് കോപ്പറും. അപ്പോൾ സിങ്കും കോപ്പറിൽ ഏതിനാണ് ഓക്സിഡേഷൻ നടക്കുക, ആരാണ് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിങ്കിനാണ് ഇവിടെ റിയാക്ടിവിറ്റി കൂടുതൽ. ഏത് മെറ്റലിനാണോ റിയാക്ടിവിറ്റി കൂടുതലുള്ളത് ആ മെറ്റലായിരിക്കും ഇലക്ട്രോണെ വിട്ടുകൊടുക്കുക. ആ മെറ്റലിലാണ് ഓക്സിഡേഷൻ സംഭവിക്കുക. ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആ മെറ്റലിനായിരിക്കും. ഇനി ഏത് മെറ്റലാണോ റിയാക്ടിവിറ്റി കുറവുള്ളത് ആ മെറ്റലിനായിരിക്കും റിഡക്ഷൻ സംഭവിക്കുക. അപ്പോൾ ഇവിടെ റിഡക്ഷൻ സംഭവിക്കുന്നത് കോപ്പറിനും ഓക്സിഡേഷൻ സംഭവിക്കുന്നത് സിങ്കിനാണ്. ഈ സിങ്കിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നതെങ്കിൽ സിങ്കാണ് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ എങ്ങനെ വരും? സിങ്ക് ഗീവ്സ് സിങ്ക് 2+ 2e നെഗറ്റീവ്. ആ ഉണ്ടായിരുന്ന ഇലക്ട്രോണെ സിങ്ക് വിട്ടുകൊടുത്തു. ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി കോപ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോണെ വേടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ Cu2+ എന്ന് പറഞ്ഞ കോപ്പർ +2e നെഗറ്റീവ് ഇലക്ട്രോണ് മേടിച്ചിട്ട് എന്തായിട്ട് മാറുന്നു? Cu ആയിട്ട് മാറുന്നു. ഇത്രയും നേരം പഠിച്ചത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണ്, അതേപോലെ തന്നെ ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ്, റിയാക്ടിവിറ്റി ഉള്ള മെറ്റലിൻ്റെ അടിസ്ഥാനങ്ങൾ, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണാം.